ഞങ്ങളുടെ പ്രിയരാം സോദരരെ, ഞങ്ങളുടെ പ്രിയരാം സോദരരെ, ഹരീഷ് എന്നൊരു സോദരരെ തല്ലിച്ചതച്ചൊരു പോലീസ്, കൊട്ടാരക്കര പോലീസ് കളിയാണ്, തീക്കളിയാണ്, തീക്കളിയാണ്, തീക്കളിയാണ്. കൊട്ടാരക്കര പോലീസ് പ്രതിഷേധ ധർണയുടെ അധ്യക്ഷനായി ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ, കൊട്ടാരക്കര മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ അനീഷ് കർക്കേക്കരെ ക്ഷണിച്ചുകൊള്ളു. പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിയും ടൗൺ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ അരുൺ കാടാംകുളത്തെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമായി കൊട്ടാരക്കരയിൽ നടന്ന പോലീസിന്റെ നരനായാട്ട്. പോലീസ് പള്ളിക്കൽ കാരിച്ചൽ എന്ന പ്രദേശത്തെ ഒരു പ്രവർത്തകനെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ അതിൽ കൂടുതലായി ചെയ്തുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ ശില്പ ബാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. സ്വകാര്യ വാഹനത്തിൽ ഏകദേശം 3-4 മണിക്കൂറോളം ഈ പള്ളിക്കൽ പൂവറ്റൂർ എന്നീ ഭാഗങ്ങളിൽ കൊണ്ടു നടന്ന് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അർത്ഥനഗ്നനായി കൊട്ടാരക്കര ലോക്കപ്പിലിട്ട് അതിമൃഗീയമായി SI പ്രദീപിന്റെ നേതൃത്വത്തിൽ അതിമൃഗീയമായി നരനായാട്ട് നടത്തിയ SI പ്രദീപിനെയും കൂട്ടാളികളെയും ഈ സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായി വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ പ്രതിഷേധ ധർണ നടത്തുന്നത്. ഈ പ്രതിഷേധ ധർണ ഒരു സൂചനാ സമരം മാത്രമാണെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഹരീഷിനെ അതിമൃഗീയമായി തല്ലിച്ചതച്ച പോലീസുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ പ്രതിഷേധത്തില്ല സമരത്തിന് ഇത് ഓണത്തിന് മുമ്പുള്ള ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കണ്ട് ഈ പോലീസ് അധികാരികൾ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓണം കഴിഞ്ഞ് അതിശക്തമായ സമര പരിപാടികളുമായിട്ട് BJP മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ വന്ന എല്ലാവർക്കും ഒറ്റവാചകത്തിൽ സാധനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്താനുള്ള സാഹചര്യം ഏവർക്കും അറിയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കൊട്ടാരക്കരയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ക്രൈം SI ആയിരുന്ന കാക്കിയിട്ട ക്രിമിനലായിട്ടുള്ള SI പ്രദീപിന്റെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 3-ാം മുറ ഒരു പാവപ്പെട്ട യുവാവിനെ, കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു പാവപ്പെട്ട യുവാവിനെ അതിമൃഗീയമായി മർദ്ദിച്ച് നട്ടല്ലടിച്ചൊഴിച്ച ഇവിടുത്തെ കാക്കിയിട്ട കള്ള രാക്ഷസന്മാർക്കെതിരെയാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്ത് തെറ്റാണ് ഹരീഷ് ചെയ്തതെന്ന് ഇവിടുത്തെ SHO ജയകൃഷ്ണൻ വ്യക്തമാക്കണം, ഇവിടുത്തെ DYSP ബൈജു സാർ വ്യക്തമാക്കണം, ഇവിടുത്തെ SP ആയിട്ടുള്ള ശ്രീ സാബു സാർ വ്യക്തമാക്കണം. എന്ത് തെറ്റാണ് യുവാവ് ചെയ്തത്? ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് മദ്യലഹരിയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന് സൈഡ് കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കം. പോലീസുകാരന്മാർ രാജാവാണെന്നില്ല, തൊപ്പിയിട്ട രാജാവാണെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. അപ്പോ ഇറങ്ങി വന്ന് രാജാവിന് വഴി കൊടുത്തില്ല. ഹരീഷിനെ തെറ്റതാണ്, രാജാവിന് വഴി കൊടുക്കാത്തത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ അയാളെ ഇറങ്ങി അകാരണമായി അസഭ്യം പറയുകയും അയാളെ പിടിച്ചു തള്ളുകയും ചെയ്തു. മഫ്തിയിലാണ്, നമ്മൾ ഓർക്കണം. സ്വാഭാവികമായി പിടിച്ചു തള്ളിയപ്പോൾ തിരിച്ചും പിടിച്ചു തള്ളാനുള്ള സാഹചര്യം ഉണ്ടായി. അതിന് അവിടെ തീർന്ന സംഭവം, അവിടെ കഴിഞ്ഞ സംഭവത്തെ മറ്റൊരു രീതിയിൽ വന്ന് ഇവിടെ ചിത്രീകരിച്ച് ഇവിടുത്തെ ഗുണ്ടാ തലവനോട് ഒന്ന് പറയുകയുണ്ടായ പോലീസുകാരൻ, ഇവിടുത്തെ ഗുണ്ടാ തലവൻ കൊട്ടേഷൻ നേതാവായിട്ടുള്ള SI പ്രദീപ് ഒന്നും നോക്കില്ല. അപ്പോഴാ കേരള മക്കളെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്രിമിനലുകളുടെ കൂട്ടി ഒരു സ്വകാര്യ വാഹനം, ആ ചുമന്ന സ്വകാര്യ വാഹനം ആരുടെയാണെന്ന് വ്യക്തമാക്കണം. നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും. ചുമന്ന ബ്രീസ കാറാണെന്നാണ് പറയാനുള്ളത്. ഒന്നെങ്കിൽ അത് SI പ്രദീപിന്റെ വാഹനം, അല്ലെങ്കിൽ ഡ്രൈവർ ശ്രീരാജിന്റെ വാഹനം. അപ്പോ ആ തരത്തിൽ സ്വകാര്യ വാഹനത്തിൽ
പ്രതിയെ വിളിക്കുകയും പ്രതിയെ വിവരം അറിയിക്കാതെ എന്താണ് കാരണം പോലും അറിയിക്കാതെ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് ജോലി സ്ഥലമായിട്ടുള്ള ഇഞ്ചക്കാട് ശില്പ ഹോട്ടലിലെത്തി ഭാര്യയും മകളും 7 വയസ്സുള്ള മകളും തൊട്ടു മുമ്പിലുള്ള കടയിൽ ചായ കുടിക്കുകയായിരുന്നു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ ഹരീഷിനെ വലിച്ചിഴച്ച് ആ സ്വകാര്യ വാഹനത്തിൽ കയറ്റി കൊട്ടാരക്കര ഇഞ്ചക്കാടും തുടങ്ങിയിട്ട് ഇഞ്ചക്കാട് പൂവച്ചൂർ പള്ളിക്കൽ കൊട്ടാരക്കര വീണ്ടും പ്രദക്ഷിണം വെച്ചുകൊണ്ട് 3-3.5 മണിക്കൂർ അതിമൃഗീയമായി ഫ്രണ്ടിൽ SI ഇരിക്കുന്നു, ബാക്കിൽ 2 പോലീസുകാർ ഇരിക്കുന്നു. അവരുടെയൊക്കെ പേര് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തന്മാരുടെയും പേര് ഇവിടെ നിന്ന് വിളിച്ചു പറയും. അപ്പോ ബാക്കിൽ നടുക്കങ്ങോട്ട് കയറ്റിയിട്ട് കാലങ്ങോട്ട് നീട്ടി വെക്കാൻ പറഞ്ഞ് നീട്ടി ഗിയർ ഇടുന്ന ഭാഗത്തോട്ട് കാല് വെച്ചിട്ട് കുനിച്ചിരുത്തി ഈ പറയുന്ന 2 പോലീസുകാർ ബാക്കിലിരുത്തി അദ്ദേഹത്തിന്റെ നടു ചവിട്ടി ഓടിച്ച് മുഷ്ടിക്ക് ഇടിച്ച് ചതച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് ഡ്രൈവറിന് ഒരു കൊതി, സാറേ എനിക്കും അടിക്കണം, എനിക്ക് ആശ തീർക്കണം, കൈ ധരിക്കുന്നു സാറേ, കുറെ നാളായി കൈ ധരിക്കുന്നു, എനിക്കും എന്റെ കൈത്തരിപ്പ് തീർക്കണം സാറേ, പിന്നെന്താ മോനെ നിനക്കും ആകാമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി ഒതുക്കാൻ പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട യുവാവിനോട് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ അടിച്ചൊടിച്ച് നട്ടല് ചവിട്ടി ഓടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നാം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി, ഒരു തെറ്റും ചെയ്യാത്ത ഹരീഷിനെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ എത്തിച്ചു. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് ട്വിസ്റ്റ്? ഈ സത്യം കണ്ടു ബോധ്യപ്പെട്ട കോടതി, ഹരീഷിന്റെ അവശത കണ്ട് ബോധ്യപ്പെട്ട, സത്യം ബോധ്യപ്പെട്ട, ഇതെല്ലാം എഴുതിയ വകുപ്പുകളെല്ലാം കള്ളമാണെന്ന് ബോധ്യപ്പെട്ട കോടതി, സത്യം തിരിച്ചറിഞ്ഞ കോടതി ജാമ്യം നൽകിയെന്ന് മാത്രം, ഹരീഷിന് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന ഹരീഷിന് ജാമ്യം നൽകിയെന്ന് മാത്രമല്ല, ഈ വാദികളായിട്ടുള്ള ഈ പ്രദീപ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ സ്വമേധയാ കോടതി കേസെടുത്തിട്ടുള്ളതുമാണ്. ശക്തമായ നിർദ്ദേശം കോടതി നൽകി. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി ചികിത്സ എടുക്കണം, ഈ കേസിൽ പിന്നോട്ട് പോകരുത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടുത്തെ കുറെ ഡോക്ടർമാരുണ്ട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അതിന്റെയൊക്കെ തെളിവുകൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ഹരീഷെ, പിറ്റേന്നായപ്പോൾ ഹരീഷിന് കുഴപ്പവും കാണുന്നില്ല, ഹരീഷ് വീട്ടിൽ പോയിക്കോളൂ, ഡിസ്ചാർജ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. ആ വിവരം ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ ഇത്രയും മാരകമായി മുതുവിനും കാലം അടിച്ചു പൊട്ടിച്ച് കാൽപാതൊക്കെ അത്രത്തോളം മൃഗീയമായി മർദ്ദിച്ച് ശരീരമാസകലം പാടും ചതവുമായിട്ടിരിക്കുന്ന ഹരീഷിനെ ഒരു എക്സ്റേ എടുക്കുവാൻ പോലും ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ കള്ളന്മാരായിട്ടുള്ള ഡോക്ടർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഡോക്ടറിനെ ബന്ധപ്പെട്ടു, ഡോക്ടർ സന്തോഷിനെ ബന്ധപ്പെട്ടു. എന്തുകൊണ്ട് ഇത്രയും അവശനായി വന്ന ഓരോ യുവാവിന്റെ എന്തുകൊണ്ട് ഒരു എക്സ്റേ പോലും എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു അതിനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് സ്നേഹം കൂടി പോയി, അത് വെറുതെ റേഡിയേഷൻ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ CT സ്കാൻ എടുക്കുന്നത്. വളരെ മുടന്തൻ ന്യായമാണ് ഡോക്ടർ സന്തോഷ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും SIയുടെയും കൂട്ടാളികളുടെയും പണി പോകും, യാതൊരു സംശയവുമില്ല. അത്രത്തോളം തെമ്മാടിത്തരമാണ് ഇവിടുത്തെ കാക്കിയിട്ട കള്ളന്മാർ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവന്മാരുടെ പണി പോകും. അതൊരു ഡോക്ടറുടെ കൂടെ പണി പോകണ്ടെങ്കിൽ, ഡോക്ടർ ഈ കേസിൽ പ്രതിയാകണ്ടെങ്കിൽ മര്യാദയ്ക്ക് പരിശോധന നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത ദിവസം ഡോക്ടർ എക്സ്റേയും CT സ്കാനും എടുക്കാൻ തയ്യാറായത്. ആ പരിശോധനയിലാണ് ഹരീഷ് എന്ന യുവാവിന്റെ നട്ടെല്ല് ഒടിഞ്ഞിട്ടുണ്ട്, 3 പൊട്ടലുണ്ട്, കാൽപാദത്തിന് പൊട്ടലുണ്ട്, ചതഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 7 വയസ്സുള്ള ഒരു മകൾ, ഒരു ഭാര്യ, കുടുംബം, സഹോദരൻ. അപ്പോ ആ കുടുംബം വഴിമുട്ടി നിൽക്കും. ഇവിടുത്തെ കാട്ടാളന്മാരുടെ ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പഠിച്ച് ഈ ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല രീതിയിൽ ജോലി നോക്കുന്ന ആത്മാർത്ഥതയുള്ള നല്ല മനസ്സുള്ള പോലീസുകാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഈ സ്റ്റേഷനിലെ 100-90% പോലീസുകാരന്മാരും മദ്യലഹരിക്ക് അടിമപ്പെട്ട് പാവപ്പെട്ടവരെ അതിക്രൂരമായി നീതി നൽകാതെ മർദ്ദിച്ചും പലതരത്തിലും അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റേഷന്റെ പുറകിലോട്ട് പോയി നോക്കണം, മദ്യക്കുപ്പികളുടെ എണ്ണാൻ പറ്റുന്ന മദ്യക്കുപ്പിയാണ് ഈ സ്റ്റേഷന്റെ പുറകിൽ കിടക്കുന്നത്. അത്രത്തോളം സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. SI പ്രദീപിന്റെ മർദ്ദനം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഗോപിക, അതായത് ഹരീഷിന്റെ വൈഫിനോട് 90 ദിവസത്തേക്കുള്ള നിന്റെ ഭർത്താവ് ജീവിക്കത്തില്ലടി, നീ കൂടുതൽ കണയണ്ട, നീ കൂടുതൽ കണയണ്ട, ഇങ്ങനെ അയാൾ പറഞ്ഞത്. 90 ദിവസത്തിൽ കൂടുതൽ ഈ നിന്റെ ഭർത്താവ് ജീവിക്കത്തില്ല, കൊടുക്കാനുള്ള ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് അവനോടൊക്കെ പലരുടെ കാക്കിയിട്ട തെമ്മാടികളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. BJP വെല്ലുവിളിക്കുന്നു. നീയൊക്കെ കാക്കി, ഞങ്ങളിപ്പോ ഇത്രയും പേരുണ്ട്, എന്താ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ വെല്ലുവിളിക്കുന്നു. കാക്കി ഊരിച്ച് നീയൊക്കെ പുറത്തു വേണം, അതിനെയൊക്കെ കാണിച്ചു തരാം. കാണിച്ചു തരുന്ന മാത്രമല്ല, നീയൊക്കെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിന്റെ കോടതി എന്ത് ശിക്ഷ തന്നോട്ടെ, ഡിപ്പാർട്ട്മെന്റ് എന്ത് ശിക്ഷ തന്നോട്ടെ, അതിലുപരി ഇത് പറയുന്നത് കൊട്ടാരക്കര മഹാഗണപതിയുടെ തിരുമുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിയമത്തിന്റെ കോടതി നിങ്ങൾ രക്ഷപ്പെട്ടാലും, സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് കോടതി നിങ്ങൾ രക്ഷപ്പെട്ടാലും, ഈശ്വരന്റെ കോടതി, കൊട്ടാരക്കര മഹാഗണപതിയുടെ കോടതി, കൊട്ടാരക്കര മഹാദേവന്റെ കോടതി മുന്നിൽ നീ ഒരിക്കലും രക്ഷപ്പെടത്തിലുള്ള പ്രദീപ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ തന്നെ ഇനി ഒരാൾക്കും കൊട്ടാരക്കരയിൽ നല്ല ഈ സംസ്ഥാനത്ത് ഒരാൾക്കും ഒരു പാവപ്പെട്ടവനും ഈ ദുർഗതി ഉണ്ടാകരുത്. ഒരു കാശുകാരനെ കോടീശ്വരനാണെങ്കിൽ ഇത് സംഭവിക്കുമോ? കാശ് വാങ്ങിച്ച് നക്കിക്കൊടുക്കുന്ന നാണം കെട്ടവന്മാരെ സംഭവിക്കുമോ? നീയൊക്കെ പറയുന്നത്. അപ്പൊ അത്രത്തോളം പാവപ്പെട്ടവർ നിനക്കാക്കിയിട്ട് എന്ത് തോന്നിയ കഴിവുകൾ തെമ്മാടികളെ സർവീസിൽ പിരിച്ചുവിടണം. ഞങ്ങൾ SP-യുമായി ബന്ധപ്പെട്ടു, DYSP-യുമായി ബന്ധപ്പെട്ടു. SP പറഞ്ഞ് സ്ഥലം മാറ്റം ചെയ്തിട്ടുണ്ട്. എന്തിനാ സ്ഥലം മാറ്റം? ആരെ കാണിക്കാൻ? ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാന്ത്രിക ജാലം മാത്രമാണ് ഈ ട്രാൻസ്ഫർ. വീണ്ടും അടിക്കാൻ വേണ്ടി വിട്ടേക്കോ ക്രൈംബ്രാഞ്ചിലോട്ട്. എന്തോത്തിനാണോ ആവോ? അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, BJP-യുടെ ആവശ്യം ഈ കാക്കിയിട്ട SI പ്രദീപിനെയും കൂട്ടാളികളെയും അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് 307 വധശ്രമം, 326 ഒരാളുടെ നട്ടലിന് ചവിട്ടി ഒഴിച്ച കേസിൽ വധശ്രമത്തിന് കേസെടുത്ത് ഈ തെമ്മാടികളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടക്കണം. അതുവരെ ഹരീഷും കുടുംബത്തിനോടും ഒപ്പം ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഏതറ്റം വരെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഒരാളുടെ ഒരു വ്യക്തിയുണ്ട്, അമ്പലപ്പുറം സ്വദേശിയാ. അപ്പൊ കുറെ വർഷങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് അയാളെ എന്തോ റെഡ് ക്രോസിന്റെയോ എന്താ പറയാ ട്രാക്കിന്റെയോ ഒക്കെ ഏതോ ആളാണ്. അപ്പൊ അയാൾ ഇവിടെ എപ്പോഴും പോലീസ് സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ എപ്പോഴും കാണാം, നമുക്ക് അറിയാൻ നോക്കിയാണ്. പിന്നെ ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇയാള് പോലീസുകാരുടെ ഒരു മാമാപ്പണി, പോലീസുകാർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കുന്ന ഒരു മാമയാണ് ഈ സ്റ്റേഷനിൽ എപ്പോഴും നിലകൊള്ളുന്നത്. എന്താണ് അയാൾക്കുള്ള കാര്യം? അയാളിപ്പോ ട്രാക്കിൽ അംഗമല്ല, റെഡ് ക്രോസിൽ അംഗമല്ല. പിന്നെ അയാൾ എന്തിനാണ് ഈ പോലീസുകാർ ക്ഷൗരപ്പെടുക? അയാളിപ്പോ ഗാന്ധിമക്കില് ഒരു ബാബർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ മുടി ക്ഷൗരം ചെയ്യുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന പരിപാടി എനിക്ക് വിഭാഗങ്ങളിൽ പറയാൻ സാധ്യമല്ല. അത്രത്തോളം ഇയാളൊക്കെ എന്തിനാണ് ഇവിടെ കയറ്റുന്നത്? അപ്പോ പോലീസുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുവാനും പോലീസുകാർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കുവാനുമുള്ള ഒരു മാമയായിട്ടുള്ള വർക്ക് നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അതുപോലുള്ള ആൾക്കാരെ ഈ സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡും വെച്ചിട്ട് ഈ കാണിക്കുന്ന പരിപാടികൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭം ആദ്യഘട്ടം ഇതൊരു സൂചനയാണ്. കാണാങ്ങളും സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചന സമരം മാത്രമാണ്. വെടിക്കെട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടുത്തെ SHO ജയകൃഷ്ണൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് നിയമ സംഹിതയിലാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ അയാൾ എന്താ ആരെങ്കിലും കൊന്നിട്ട് വന്നോ? ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചോ? കഞ്ചാവ് കിടത്തിയോ? അയാളെ എന്തിനാണ് ഇവിടെ നഗ്നനായി നിർത്തിയത്? ഒരു രാത്രിയും പകലും എന്തിന് ഒരു യുവാവിനെ എന്ത് തെറ്റുകേട്ടാണ് ഒരു പാവപ്പെട്ടവനെ ഇവിടെ നിർത്തിയത്, നഗ്നനായി നിർത്തിയത്? SHOയുടെ നേതൃത്വത്തിലാണ് ആ തരത്തിൽ നഗ്നനായി നിർത്തിയ ഒരാളെ പരസ്യമായി അപമാനിച്ചത്. അതിന് SHOയ്ക്ക് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പോവുകയാണ്. അതുകൊണ്ട് ഇനി ഒരു യുവാവിനും ഒരാൾക്കും ഒരു സാധാരണക്കാരനും ഒരു പാവപ്പെട്ടവൻ ഈ ഗതി ഉണ്ടാവരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഒരു എന്താ പറയാ ഈ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും. അതുകൊണ്ട് ഈ ഒരു കേസുമായി ഹരീഷിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഏതറ്റം വരെ പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സമാനാർത്ഥിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി പ്രൊഫസർ VT രമേശിനെ ക്ഷണിക്കുന്നു. ആരെയാണോ നമ്മൾ ആശ്രയിക്കേണ്ടത് അവർ നമ്മളെ വളരെ മോശമായ രീതിയിലേക്ക് താഴ്ത്തിക്കെട്ടുക, ആരാണോ നമ്മുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും സഹായം നൽകേണ്ടത് അവർ നമ്മളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നതിനെയാണ് വിരോധാഭാസം എന്ന് നാം പറയാറുള്ളത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ കൊട്ടാരക്കര മഹാഗണപതിയുടെ തിരുമുന്നിലാണ്. 100 അപ്പം കിട്ടിയപ്പോൾ 99 സാധാരണ കുട്ടികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ദാനം ചെയ്ത് സമൂഹ സ്നേഹത്തിന്റെ ഉദാത്തമായ വ്യക്തിത്വത്തിന്റെ ഐതിഹ്യ കഥ രചിച്ച ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട്
ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് സഹായം കിട്ടുന്നില്ല, നീതി ലഭിക്കുന്നില്ല എന്നത് പോട്ടെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ യാത്രക്കാരന് വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അതും ഒത്തുതീർപ്പായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പിന്നീട് വന്ന് ഇരുട്ടടിയടിക്കുന്ന രീതിയിലേക്ക്, മാരകമായ ശാരീരിക ധ്വംസനത്തിന്റെ രീതിയിലേക്ക് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ SI പ്രദീപും അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും മാറിയിരിക്കുന്നു എന്ന് കൊട്ടാരക്കാരക്കാരോട് ഞങ്ങൾ വേദനയോടെ അമർഷത്തോടെ വിളിച്ചു പറയുകയാണ്. വളർത്തുനായയ്ക്ക് പേ പിടിച്ചാൽ അതിനെ കൊല്ലുന്ന സ്വഭാവമാണ് സമൂഹത്തിൽ നമ്മൾ കാണാറുള്ളത്. ചങ്ങലയ്ക്ക് മതം പാടുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ചങ്ങലയ്ക്ക് മതം പൊട്ടുന്നു എന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഈ സമൂഹത്തെ നിയന്ത്രിക്കേണ്ട, ശാസിക്കേണ്ട, സംരക്ഷിക്കേണ്ട പോലീസുകാരുടെ പ്രവർത്തനങ്ങളെ കാണുന്നത്. കേരളത്തിലെ പോലീസുകാരെ കുറിച്ചും കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അതിനെ ആധികാരികമായി കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പറയേണ്ടതില്ല. ചാനലുകൾ തരുന്നുണ്ട്, പത്രങ്ങൾ തരുന്നുണ്ട്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത ഏതറ്റം വരെ പോകുമെന്ന് നോക്കുമ്പോൾ ആ കെടുകാര്യസ്ഥതയും ആ ഉപദ്രവ മനസ്സുമാണ് ഇന്ന് സാധാരണ പോലീസ് സ്റ്റേഷനിലെ സാധാരണ പോലീസുകാർ അവരുടെ കൈകളിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹരീഷ് ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖാ പ്രവർത്തകനായിക്കൊണ്ട് ഈ രാഷ്ട്രം, ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മികച്ചതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിച്ച ഒരു സാധാരണക്കാരനായ സാമൂഹ്യ പ്രവർത്തകനും BJP-കാരനും അതായിരുന്നു ഹരീഷ്. അതാണ് ഹരീഷ്, അതായിരിക്കും ഹരീഷ്. പക്ഷേ ആ ഹരീഷ് ശ്രീ അനീഷ് വിശദീകരിച്ചതുപോലെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ് ഇന്ന് അനാരോഗ്യാവസ്ഥയിലേക്ക് ആജീവനാന്തം എണീറ്റ് നിന്ന് നട്ടല് വെച്ച് പണിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് എന്നറിയുമ്പോൾ വേദനയുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളുടെയൊക്കെ വീട്ടില് ഒരച്ഛന്റെ, ഒരു സഹോദരന്റെ, ഒരു ഭർത്താവിന്റെ വരുമാനം പറ്റി ജീവിക്കുന്നവരുണ്ട്. പ്രദീപ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിലാണ്. സാധാരണ പോലീസ് സ്റ്റേഷൻ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പോലീസുകാരെ കണ്ട പേടിയാണ്. ഇപ്പോഴും ചെറിയ കുട്ടികളെ, എന്റെ പേരക്കുട്ടീനെ ഞങ്ങള് വഴക്ക് പറയുമ്പോൾ ഇതേ പോലീസ് വന്ന് പിടിച്ചോണ്ട് കൂട്ടോ. അങ്ങനെ പോലീസിനെ പേടിച്ച ഒരു കാലത്ത് നിന്ന് പോലീസ് എന്ന് പറയുന്നാൽ ഒരു സുഹൃത്താണ് എന്ന് ഓർമ്മിപ്പിച്ചത് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാണ്. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ജനങ്ങളോട് സാഹോദര്യവും സ്നേഹവും സേവന മനോഭാവവും കാണിക്കേണ്ട ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം SI ആണ്. ആ SI, അതും ക്രൈം SI, ക്രൈം അഴിച്ചു വിട്ടുകൊണ്ട് കുറ്റവാസന, പ്രബലമായ കുറ്റവാസന പ്രകടിപ്പിച്ചുകൊണ്ട് കുറ്റം സ്വയം ചെയ്യുന്നവനായി, അഴിഞ്ഞാടുന്നവനായി അധപ്പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ പ്രദീപ് കുപ്പായ അഴിച്ചു വെക്കണം സർ, യൂണിഫോം അഴിച്ചു വെക്കണം, ഇറങ്ങി പോണം. നിങ്ങൾ ഈ പോസ്റ്റിന് അർഹനല്ല. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി പോലീസിന്റെ മുഷ്ടികൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചത് ഈ കൊട്ടാരക്കരയിലെ പോലീസാണ്. കൊട്ടാരക്കരയിലെ പോലീസ് പല കാര്യത്തിലും ഫേമസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ചില ഗുണ്ടകൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊട്ടാരക്കര പോലീസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം അതിന്റെ പടി കിട്ടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഇത് സാധാരണക്കാരന്റെ പുറത്ത് കുതിര കയറാനുള്ള കാക്കിയും തൊപ്പിയും വെച്ചാൽ ഞങ്ങൾ ഒന്നും പേടിക്കാനില്ല എന്ന തരത്തിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടതായ ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വത്തിനും അവന്റെ സമ്പത്തിനും അവന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടവനാണ് പോലീസുകാരൻ. അല്ല
അല്ലാതെ പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറുന്ന ജോലിയല്ല പോലീസിനുള്ളത്. ഇത് മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയൊക്കെ നേരെയാക്കാൻ വേണ്ടി ഒത്തിരി പോലീസ് എംഎംമാർ കൊണ്ടിറങ്ങിയിട്ടുണ്ട്. ജയറാം പടിക്കല് തൊട്ട് ഇങ്ങനെ ലക്ഷ്മണ വരെ വന്നിട്ടും ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഒന്നും കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ അവസ്ഥ പിന്നീട് എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കണം. ഈ പ്രദീപ് എന്ന് പറയുന്ന ഇവിടുത്തെ ക്രൈം SI ദൗർഭാഗ്യം കൊണ്ട് എന്റെ നാട്ടുകാരനാണെന്ന് പറയപ്പെടുന്നു. പുള്ളി ശൂരനാട്ടുകാരനാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഈ പ്രദീപിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആൾക്കാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന ബോധം എന്തുകൊണ്ട് ഞങ്ങളുടെ ഹരീഷിനെ മർദ്ദിച്ചപ്പോൾ ഉണ്ടായില്ല എന്ന് നിങ്ങളൊന്ന് ഓർക്കണം.